വാദ്രയെക്കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ഒരു ദശാബ്ദത്തിൽ ഏറെയായി. നായകനായും വില്ലനായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള റോബർട്ട് വാദ്ര തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയായിരുന്നു. സോണിയാഗാന്ധിയുടെ മരുമകനും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും സർവോപരി രാഹുൽജിയുടെ ഒരേ ഒരു അളിയനുമായ റോബർട്ട് വാദ്രയ്ക്ക് ഗാന്ധി എന്ന പേര് കൂടെ ചേർക്കാൻ പറ്റിയില്ല എന്നതൊഴിച്ചാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ മറ്റ് അയോഗ്യതകളൊന്നും തന്നെയില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുൻപ് തന്നെ അളിയൻജി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അണിയറയിൽ സജീവമായിരുന്നു. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വാദ്രാജിക്ക് കണ്ടകശനിയായിരുന്നു. ഭൂമി കുംഭകോണം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് റോബർട്ട് വാദ്രാജിയുടെ തോളിലേക്ക് BJP-ക്കാർ വെച്ചുകൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ 2014 വാദ്രാജിയെ അലക്കി പിഴിഞ്ഞാണ് BJP അധികാരത്തിലെത്തിയത്. നീണ്ട 11 വർഷത്തെ മണ്ഡലം കണ്ടെത്തൽ യോജനയ്ക്കൊടുവിൽ കോൺഗ്രസ് കുടുംബം എത്തിച്ചേർന്ന വയനാട് പണ്ട് റായ്ബറേലി എന്നതുപോലെ കുടുംബത്തിന്റെ സീറ്റാക്കാനാണ് സാധ്യത. അതായത് വയനാട് ഭരിക്കാൻ പോകുന്നത് ഞാനും അപ്പനും സുഭദ്രയും എന്ന് ആറാം തമ്പുരാൻ സിനിമയിൽ പറഞ്ഞതുപോലെയാണ് സ്ഥിതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റോബർട്ട് വാദ്ര മത്സര സന്നദ്ധത അറിയിച്ചിരുന്നു. എങ്കിലും ഏതോ ശുക്രൻ നിന്ന സമയത്താണ് അത് വേണ്ട എന്ന് കോൺഗ്രസുകാർക്ക് തന്നെ തോന്നിയത്. അല്ലായിരുന്നെങ്കിൽ മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വാദ്രാജി BJP-യുടെ സ്ഥിരം വേട്ടമൃഗമായേനെ. തമാശയ്ക്കപ്പുറം ചിന്തിച്ചാൽ കോൺഗ്രസ് കഴിഞ്ഞ വർഷമെടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നു റോബർട്ട് വാദ്രയെ മത്സരിപ്പിക്കേണ്ട എന്നത്. എന്നാൽ വയനാട് മണ്ഡലത്തിൽ ഇതിയാന് ഒരു മോഹമുണ്ട് എന്നതാണ് കരക്കമ്പി. കോൺഗ്രസ് കുടുംബത്തിലെ ആര് വന്ന് മത്സരിച്ചാലും ലക്ഷം പിന്നാലെ ഭൂരിപക്ഷം ഉണ്ടാകുന്ന വയനാട്ടിൽ വാദ്രാജി അടുത്ത അവസരത്തിൽ മത്സരിക്കുമെന്ന് കരുതുന്നു. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബാക്കിയുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി സീറ്റുകളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുകയും വയനാട് വാദ്രാജിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. വയനാടിന്റെ വിജയ ഫോർമുല എന്താണെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ഇച്ചിരി രാഹുൽജിയോടുള്ള സ്നേഹവും ഇച്ചിരി BJP-യെ താഴെ ഇറക്കാമെന്ന വാഗ്ദാനവും കൊടുത്താൽ വോട്ടുകൾ ശറ പറയുന്ന ഇങ്ങ് പോരുമത്രേ. അതായത് ഇനി 2029 കേരള വാദ്രാജിയുടെ മെയിൻ വാർ റൂം വയനാട്ടിലായിരിക്കും എന്ന് സാരം.